ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമന്നാരായണീയത്തിലെ ദശകം 11 ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉത്പത്തി. ഈ ദശകത്തിൽ വരാഹാവതാരത്തിൻ്റെ ഉപക്രമമായി സനകാദികളുടെ വൈകുണ്ഠപ്രാപ്തി, ജയവിജയശാമം, ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരുടെ ജനനം, ഹിരണ്യാക്ഷൻ്റെ പരാക്രമം എന്നിവ വർണ്ണിക്കുന്നു. ശ്ലോകം 1. ക്രമേണ സർഗേ പരിവർദ്ധമാനെ കദാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ക്രമേണ സർഗേ പരിവർദ്ധമാനെ കഥാപി ദിവ്യാഃ സനക ആദയഃ തേ ഭവത് വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ മാരുത മന്ദിരേശ. സർഗേ ക്രമേണ പരിവർദ്ധമാനെ, സൃഷ്ടി പടിപടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കഥാപി ദിവ്യാഃ തേ സനകാദയഃ, ഒരു ദിവസം ദിവ്യന്മാരായ ആ സനകാദികൾ, മാരുതമന്ദിരേശ, ഹേ ഗുരുവായൂരപ്പ, ഭവദ്വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ, അങ്ങയെ കാണുവാൻ വേണ്ടി വൈകുണ്ഠലോകത്തിലെത്തി. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രജാപതിമാരിലൂടെയും മനുവിലൂടെയും വർദ്ധിച്ചു കൊണ്ടിരുന്നു. മുറയ്ക്ക് സൃഷ്ടി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം, അല്ലയോ ഗുരുവായൂരപ്പ, ദിവ്യന്മാരായ ആ സനകാദികൾ നിൻ തിരുവടിയെ സന്ദർശിക്കുവാനായി വൈകുണ്ഠത്തിലെത്തി. കഴിഞ്ഞ ദശകത്തിൽ, അതായത് 10ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ 4 മഹർഷിമാരെക്കുറിച്ച് പറഞ്ഞു. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരാണവർ. അവർ ഭഗവാനിൽ പരമഭക്തന്മാരാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം 3ാം സ്കന്ധം 15, 16, 17 അധ്യായങ്ങളിലെ കഥകളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രന്മാരോട് സൃഷ്ടി ചെയ്യുവാൻ പറഞ്ഞപ്പോൾ തങ്ങൾ മോക്ഷമാർഗത്തിലാണ്, അനന്യചിന്തയില്ലാതെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചവരാണ്, അതിനാൽ സൃഷ്ടികർമ്മത്തെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ക്രമേണ സർഗേ പരിവർദ്ധമാനെ കദാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ശ്ലോകം 2. സനകാദികൾ വൈകുണ്ഠമൂർത്തിയുടെ വാസഗൃഹത്തിൻ്റെ ഗോപുരവാതിക്കൽ എത്തിച്ചേരുന്നു. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈർ അനേകമാഭീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാ. മനോജ്ഞ നൈശ്രേയസ കാനന ആദൈഃ അനേക വാപി മണിമന്ദിരൈഃ ച അനോപമം തം ഭവതഃ നികേതം മുനീശ്വരാഃ പ്രാപുഃ അതീതകക്ഷ്യാഃ. മുനീശ്വരാഃ അതീതകക്ഷ്യാഃ, മഹർഷിമാർ 6 മതിൽക്കെട്ടുകൾ കടന്ന് മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈഃ, മനോഹരമായ നൈശ്രേയം എന്ന ഉദ്യാനം മുതലായവയെ കൊണ്ടും, അനേക വാപീ മണിമന്ദിരൈഃ ച, അനേകം തടാകങ്ങൾ കൊണ്ടും മണിമാളികകൾ കൊണ്ടും, അനോപമം ഭവതഃ തം നികേതം പ്രാപുഃ, അതുല്യമായ അവിടുത്തെ ആ വാസഗ്രഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. ആ മുനീശ്വരന്മാർ 6 മതിൽക്കെട്ടുകളും കടന്ന് സർവത്ര സമ്പന്നങ്ങളും അതിമനോഹരങ്ങളുമായ നൈശ്രേയസം എന്ന ഉദ്യാനം
തടാകങ്ങൾ, രത്നമയമായ ഭവനങ്ങൾ മുതലായവയെ കൊണ്ട് അനുപമവും സർവലോക വന്ധ്യവുമായ അങ്ങയുടെ സ്ഥാനത്തെ പ്രാപിച്ചു. വൈകുണ്ഠത്തിലുള്ള ഉദ്യാനത്തിന് നൈശ്രേയസം എന്നാണ് പേര്. അവിടെ കൽപ്പകവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനം, അമൃതജലം നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളുടെ 4 ഭാഗത്തും പവിഴം കൊണ്ടാണ് പടുത്തുയർത്തിയിട്ടുള്ളത്. മണിമാളികകളിൽ എപ്പോഴും ഭക്തജനങ്ങൾ ഭഗവത് കഥകൾ പാടി രസിക്കുന്നത് കേൾക്കാം. എങ്ങനെ നോക്കിയാലും ഭഗവാന്റെ ആ വൈകുണ്ഠത്തെ പോലെ അതിന് തുല്യമായ ഒരു മന്ദിരം വേറെയില്ല. 6 മതിൽക്കെട്ടുകളും കടന്ന് 7-ാം മതിലിനുള്ളിലാണ് ഭഗവാന്റെ വാസഗ്രഹം. അങ്ങനെയുള്ള വൈകുണ്ഠത്തിലെ ഗോപുരവാതിൽക്കലാണ് സനകാദികൾ എത്തിച്ചേർന്നത്. മനോജ്ഞനൈശ്രേയസകാനനാദ്യൈർ അനേകമാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാ. ശ്ലോകം 3. ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ സനകാദികളെ തടയുന്നു. അവർക്ക് കോപം വരുന്നു. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപാ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഭവത് വിദ്രൂക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ധ്വാഹ സ്തൗ ജയഃ താൻ വിജയഃ അഭി അരുന്ധാം തേഷാം ച ചിത്തേ പദം ആപ കോപഃ സർവം ഭവത് പ്രേരണയാ ഏവ ഭൂമൻ. ഭവത് വിദ്രൂക്ഷൂൻ ഭവനം വിവിക്ഷൂൻ. ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി അകത്തേക്ക് കടക്കുവാൻ ഭാവിക്കുന്ന താൻ ധ്വാസ്തൗ ജയഃ വിജയഃ അഭി അരുന്ധാം. ആ സനകാദികളെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞു. തേഷാം ചിത്തേ കോപഃ പദം ആപച. അവരുടെ ആ സനകാദികളുടെ മനസ്സിൽ കോപം സ്ഥലം പിടിക്കുകയും ചെയ്തു. ഭൂമൻ സർവം ഭവത് പ്രേരണയാ ഏവ. അചിന്ത്യവൈഭവനായ ഭഗവാനെ എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ. നിൻ തിരുവടിയെ ദർശിക്കുവാൻ ആഗ്രഹിച്ച് മണിമാളികയിൽ കടക്കുവാൻ ഭാവിച്ച ആ സനകാദികളെ ജയൻ വിജയൻ എന്നു പേരായ ദ്വാരപാലകന്മാർ തടുത്തു. ഉടനെ ആ ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ കോപമുദിച്ചു. ഭട്ടതിരി പറയുന്നു, അല്ലയോ മഹാത്മാവേ, ഇതെല്ലാം നിൻ തിരുവടിയുടെ പ്രേരണ കൊണ്ട് തന്നെ. രാഗദ്വേഷാദികളൊന്നുമില്ലാത്ത സനകാദികൾക്ക് പോലും കോപം വന്നത് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് എന്ന് ഇവിടെ ശ്രീ ഭട്ടതിരി പറയുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്തും നടക്കുമെന്ന് ഭൂമൻ എന്ന സംബോധന കൊണ്ട് സൂചിപ്പിക്കുന്നു. ആ മുനികളുടെ സമഭാവന കാരണമായി യാതൊരു തടസ്സവും കൂടാതെ സംശയവും കൂടാതെ എല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണ്. 6 മതിൽക്കെട്ടുകളും കടന്നു വന്നതുപോലെ ഈ 7-ാമത്തെ വാതിൽ കൂടിയും കാവൽക്കാരായി നിൽക്കുന്ന ജയവിജയന്മാരോട് യാതൊന്നും ചോദിക്കാതെ കടക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ ദ്വാരപാലകന്മാർ വാക്കുകൾ കൊണ്ടും ഗദയെ കൊണ്ടും അവരെ തടസ്സപ്പെടുത്തി. അവരുടെ നേരെ അങ്ങനെ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. ഭക്തവത്സലനായ ഭഗവാന്റെ സ്വഭാവത്തിന് വിപരീതമായ സ്വഭാവത്തെ വൈകുണ്ഠത്തിൽ പാർഷാദന്മാർ പ്രകടിപ്പിച്ചതും ഭഗവത് ഇച്ഛ തന്നെയായിരിക്കണം എന്നതാണ് ഭട്ടതിരിയുടെ അഭിപ്രായം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപാ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ശ്ലോകം 4. സനകാദികൾ ജയവിജയന്മാരെ ശപിക്കുന്നു. അവർ തങ്ങൾക്ക് ഭഗവത് സ്മരണം നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
वैकुण्ठलोगानुजितप्रचेष्टौ कष्टौ युवां दैत्यगतिं भजेदम् इति प्रशप्तौ भवदाश्रयौ तौ हरिस्मृतिर्नोऽस्त्विति नेमदुस्तान् വൈകുണ്ഠ ലോക അനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യ ഗതിം ഭജേതം ഇതി പ്രസപ്തൗ ഭവത് ആശ്രയൗ തൗ ഹരി സ്മൃതിഃ നഃ അസ്തു ഇതി നേമതുഃ സ്ഥാൻ. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ വൈകുണ്ഠലോകത്തിനിണങ്ങാത്ത പ്രവർത്തികൾ ചെയ്യുന്ന കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ദുഷ്ട സ്വഭാവന്മാരായ നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ. ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ എന്ന് ശപിക്കപ്പെട്ട തൃപ്പാദാശ്രിതന്മാരായ ആ ജയവിജയന്മാർ നഹ ഹരിസ്മൃതിഃ അസ്തു ഇതി താൻ നേമതുഹു ഞങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ സനകാദികളെ നമസ്കരിച്ചു. സനകാദികളുടെ പരമപ്രേമത്തിന് പാത്രമായിരിക്കുന്ന ശ്രീ ഭഗവാനെ വേഗത്തിൽ ദർശിക്കുവാനുണ്ടായ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തിയതിനാൽ അവർക്ക് കോപമുദിച്ചു. പരിശുദ്ധമായ ഈ വൈകുണ്ഠലോകത്തിൻ്റെ സ്ഥിതിക്ക് ചേരാത്ത വിധം ക്രൂരമായി പെരുമാറുന്ന നിങ്ങൾ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന് ആ ഋഷീശ്വരന്മാർ ജയവിജയന്മാരെ ശപിച്ചു. നിൻ തിരുവടിയുടെ ഭക്തന്മാരും ദ്വാരപാലകന്മാരുമായ ജയനും വിജയനും ഞങ്ങൾ എവിടെയായാലും ഏതെല്ലാം ജന്മമെടുത്ത് ജനിച്ചാലും അപ്പോഴെല്ലാം ഭഗവാന്റെ സ്മരണ ഭഗവത് ചിന്തന ഞങ്ങൾക്ക് ഉണ്ടാകത്തക്ക രീതിയിൽ അനുഗ്രഹിക്കണമേ എന്ന് അവരോട് നമസ്കരിച്ച് അപേക്ഷിച്ചു. പരമസാത്വികമായ വൈകുണ്ഠലോകത്തിനു ചേരാത്ത ഒരു പ്രവൃത്തിയാണ് ഭഗവാനെ കാണുവാൻ വരുന്നവരെ തടയുക എന്നത്. അത് ചെയ്ത ജയവിജയന്മാർക്ക് വൈകുണ്ഠവാസത്തിന് അർഹതയില്ല എന്നതാണ് സനകാദികളുടെ അഭിപ്രായം. എവിടെയായാലും ഏതു തരത്തിൽ ജന്മമെടുത്താലും അപ്പോഴെല്ലാം ഭഗവാനെ മറക്കുവാൻ ഇടവരരുതേ എന്നതാണ് ജയവിജയന്മാരുടെ പ്രാർത്ഥന. അങ്ങനെ ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടണമെന്നും അവർ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. വൈകുണ്ഠലോകാനുജിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്ത്വിതി നേമദുസ്താൻ. ശ്ലോകം 5. ഭഗവാൻ സനാദികളുടെ അടുത്തേക്ക് വരുന്നു. തദേതദാജ്ഞായ ഭവാനവാപ്താം സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷാം ഖഗേശ്വരാം സാർപ്പിതചാരുബാഹുർ ആനന്ദയം സ്ഥാനഭിരാമമൂർത്യാം. തദ് ഏതദ് ആജ്ഞായ ഭവാൻ അവാപ്തഃ സഹ ഏവ ലക്ഷ്മ്യാ ബഹിഃ അംബുജാക്ഷ ഖഗേശ്വര അംസ അർപ്പിത ചാരു ബാഹുഃ ആനന്ദയൻ താൻ അഭിരാമ മൂർത്തിയാ. അംബുജാക്ഷ ഭവാൻ തദ് ഏതദ് ആജ്ഞായ. പുണ്ടരീകാക്ഷ അവിടുന്ന് ജയവിജയന്മാർ തടഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ലക്ഷ്മ്യാ സഹ ഏവ ഖഗേശ്വര അംസ അർപ്പിത ചാരുബാഹുഃ ലക്ഷ്മി ഭഗവതിയോട് കൂടി തന്നെ ഗരുഡൻ്റെ ചുമലിൽ തൃക്കൈ വെച്ച് അഭിരാമമൂർത്തിയാ താൻ ആനന്ദയൻ ബഹിഃ അവാപ്തഃ സുന്ദരാകൃതിയായി ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ അവസരത്തിൽ അല്ലയോ ഭഗവാനെ, നിൻ തിരുവടി ആ വൃത്താന്തം അറിഞ്ഞ് ലക്ഷ്മീദേവിയോട് കൂടി ഇടത്തെ കൈ ഗരുഡൻ്റെ തോളത്തിലിട്ട് ത്രൈലോക്യ സുന്ദരമായ ശരീരത്താൽ
ആ മുനിശ്രേഷ്ഠന്മാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് പുറത്തേക്കെഴുന്നള്ളി. തന്നെ ദർശിക്കുവാൻ വന്ന ഭക്തന്മാരായ സനകാദി മുനികളെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞു നിർത്തിയ വിവരം ഭഗവാൻ അറിഞ്ഞു. ഉടൻ തന്നെ ലക്ഷ്മീദേവിയോട് കൂടിയിട്ടാണ് ഭഗവാൻ ഗരുഡവാഹനത്തിലിരുന്നു കൊണ്ട് സനകാദികളുടെ അടുത്തേക്ക് പോയത്. ഭാഗവതം 3-ാം സ്കന്ധം 15-ാം അധ്യായത്തിൽ ത്വം സ്വാഗതം എന്ന് തുടങ്ങി 5 ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിച്ച ഭഗവത് രൂപത്തെയാണ് ഇവിടെ അഭിരാമമൂർത്തിയ എന്ന് ഒരൊറ്റ പദത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. അംബുജാക്ഷ എന്ന സംബോധന മൂലം ഭഗവാന്റെ ആ സമയത്തെ പ്രസന്ന മുഖഭാവത്തെ വ്യക്തമാക്കുന്നു. പിന്നെ തന്നെ കാണുവാൻ വരുന്നവരെ അങ്ങോട്ട് ചെന്ന് കണ്ടത് ഭക്തവാത്സല്യത്തെയും കാണിക്കുന്നു. ഈ സമ്പ്രദായം നമ്മുടെ വീടുകളിലും കാണാം. വിരുന്നുകാർ വരുമ്പോൾ അങ്ങോട്ട് ചെന്ന് കണ്ട് സ്വീകരിക്കും. ഇത് സന്തോഷത്തെയും വാത്സല്യത്തെയും പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയാണ്. തദേതദാജ്ഞായ ഭവാനവാപ്താം സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷാം ഖഗേശ്വരാം സാർപ്പിതചാരുബാഹുർ ആനന്ദയം സ്ഥാനഭിരാമമൂർത്യാം. ശ്ലോകം 6. ഭഗവാൻ സനകാദികളെയും ജയവിജയന്മാരെയും അനുഗ്രഹിക്കുന്നു. പ്രസാദ്യ ഗീർഭിസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേദമിത്യാത്തകൃപം ന്യഗാദി. പ്രസാദ്യ ഗീർഭിഃ സ്തുവദഃ മുനീന്ദ്രാൻ അനന്യനാദൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈഃ ത്രിഭിഃ മാം ഉപേതം ഇതി ആത്തകൃപം ന്യഗാദീഃ. ത്വം സ്തുവദഃ മുനീന്ദ്രാൻ ഗീർഭിഃ പ്രസാദ്യ. നിൻ തിരുവടി തന്നെ സ്തുതിക്കുന്ന സനകാദികളെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് അതാ പിന്നീട് അനന്യനാഥൗ തൗ പാർഷദൗ വേറെ നാഥനില്ലാത്ത ആ ഭൃത്യന്മാരോട് യുവാം സംരംഭയോഗേന ത്രിഭിഃ ഭവൈഃ മാം ഉപേതം. നിങ്ങൾ രണ്ടുപേരും കോപത്തോടു കൂടിയുള്ള സ്മരണ വഴിക്ക് 3 ജന്മങ്ങളെ കൊണ്ട് എന്നെ പ്രാപിക്കുക. ഇതി ആത്തകൃപം ന്യഗാദീഃ എന്ന് കാരുണ്യത്തോടു കൂടി അരുൾ ചെയ്തു. അനന്തരം നിൻ തിരുവടി നമസ്കരിച്ചു സ്തുതിക്കുന്ന ആ മുനിശ്രേഷ്ഠന്മാരെ മധുര വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിച്ചിട്ട് ആപത്തിലാകപ്പെട്ട അനന്യശരണന്മാരായ ആ ജയവിജയന്മാരോട് കൃപാപുരസരം നിങ്ങൾ ശത്രുഭാവത്തോടു കൂടി എന്നെ നിരന്തരമായി ധ്യാനിച്ച് 3 ജന്മങ്ങൾ കൊണ്ട് എൻ്റെ അടുക്കൽ വന്നുകൊള്ളുവിൻ എന്ന് അരുളി ചെയ്ത് ജയവിജയന്മാരെയും അനുഗ്രഹിച്ചു. ഇങ്ങനെ സനകാദികളാൽ ശപിക്കപ്പെട്ടവരായ ജയവിജയന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ചു. കേവലം 3 ജന്മം കൊണ്ട് ശാപമോക്ഷം കിട്ടി. അല്ലെങ്കിൽ പിന്നെ അധികം ജന്മങ്ങൾ വേണ്ടിവരുമായിരുന്നു. ഭഗവാനെ ഏതു വിധത്തിൽ ധ്യാനിച്ചാലും നല്ലതേ വരൂ എന്ന ഗുണം ഇവിടെ എടുത്തു കാണിക്കുന്നു. ജയവിജയന്മാരുടെ 3 ജന്മങ്ങൾ ഏതെല്ലാമായിരുന്നു? ആദ്യത്തെ ജന്മം ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. രണ്ടാമത്തേത് രാവണ കുംഭകർണൻ. ഒടുവിൽ ശിശുപാലനും ദന്തവക്തനും. അങ്ങനെ ഓരോ ജന്മങ്ങളെടുത്ത് 3ലും ഭഗവാന്റെ കൈകൾ കൊണ്ട് തന്നെ ഓരോ ജന്മത്തിലിരുന്നും വിമോചനം ലഭിച്ചു. വൈരാഗ്യഭക്തി കൊണ്ട്, അതായത് ദ്വേഷചിന്തകൾ മൂലം എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് തേടിക്കൊണ്ട്
ഭഗവാനെ എവിടെ കാണാം, എപ്പോൾ കാണാം എന്നെല്ലാം ക്രോധത്തിൽ കൂടിയാണെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കും. വൈരാഗ്യഭക്തി മൂലം ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കംസൻ ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും കൃഷ്ണനെ തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കും. അത് ഭയം മൂലം ഉണ്ടാകുന്ന ഭക്തി. പ്രസാദ്യ ഗീർഭിസ്തുവദോ മുനീന്ദ്രാൻ അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേദമിത്യാത്തകൃപം ന്യഗാദി. ശ്ലോകം 7. ജയവിജയന്മാർ അസുരന്മാരായി ജനിക്കുന്നു. त्वदीयभृत्यौ अध काश्यपातौ सुरारिवीरौ उदितौ दिदौ द्वौ सन्ध्यासमुत्पादनकष्टचेष्टौ यमौ च लोकस्य यमौ इवान्यौ. ത്വദീയ ഭൃത്യൗ അത കാശ്യപാത് തൗ സുര അരി വീരൗ ഉദിതൗ ദിതൗ ദൗ സന്ധ്യാസമുത്പാദന കഷ്ട ചേഷ്ടൗ യമൗ ച ലോകസ്യ യമൗ ഇവ അന്യൗ. അത തൗ ത്വദീയ ഭൃത്യൗ. പിന്നെ ആ നിന്തിരുവടിയുടെ ഭൃത്യന്മാർ കാശ്യപാത് ദിത ധൗ സുരാരിവീരൗ ഉദിതൗ. കാശ്യപ മഹർഷിയിൽ നിന്നും ദിതി എന്ന പത്നിയിൽ 2 അസുരവീരന്മാരായി ജനിച്ചു. സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച തൗ. സന്ധ്യാസമയത്ത് ജനിപ്പിക്കുകയാൽ ക്രൂര സ്വഭാവന്മാരും ഇരട്ടിയായി പിറന്നവരുമായ അവർ ലോകസ്യ അന്യൗ യമൗ ഇവ. ലോകത്തിന് വേറെ 2 യമന്മാരെ പോലെ ആയിത്തീർന്നു. പിന്നെ നിൻ തിരുവടിയുടെ ആ ഭൃത്യന്മാർ കശ്യപനിൽ നിന്നും ദിതിയിൽ നിന്നും സന്ധ്യാസമയത്ത് ഉത്പാദിപ്പിക്കൊണ്ട് ക്രൂരപ്രവൃത്തികളോട് കൂടിയവരും ഇരട്ടകളായി പിറന്നവരും ലോകത്തിന് വേറെ 2 കാലന്മാർ എന്ന പോലെയുള്ളവരുമായ 2 അസുരശ്രേഷ്ഠന്മാരായി ജനിച്ചു. ജയവിജയന്മാർ കശ്യപ മഹർഷിയുടെ പുത്രന്മാരായിട്ടാണ് ജനിച്ചത്. ദക്ഷ പ്രജാപതിയുടെ മകളാണ് ദിതി. കശ്യപ മഹർഷിയുടെ ഭാര്യയും ജയവിജയന്മാരുടെ അമ്മ ഒരു ദിവസം ആദിത്യൻ അസ്തമിക്കുന്ന സമയത്ത്, അതായത് സന്ധ്യാസമയത്ത് അഗ്നിശാലയിൽ സന്ധ്യാവന്ദനാദികൾ ചെയ്തുകൊണ്ടിരുന്ന സ്വഭർത്താവായ കശ്യപനോട് ദിതി കാമപരവശയായി തീർന്ന് പുത്രോത്പാദനത്തിന് അഭ്യർത്ഥിച്ചു. സന്ധ്യാസമയം കഴിയട്ടെ എന്ന് പറഞ്ഞു നോക്കി കശ്യപൻ ഭാര്യയുടെ നിർബന്ധം കണ്ടപ്പോൾ ദൈവയോഗമാണെന്നു കരുതി ദിതിയെ തൃപ്തിപ്പെടുത്തി. ഗർഭധാരണ സമയം ചീത്തയായതുകൊണ്ട് പുത്രന്മാർ വളരെയധികം ആക്രമികളായി തീർന്നു. ഈ കഥ ഭാഗവതം 3-ാം സ്കന്ധം 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. त्वदीयभृत्यौ अध काश्यपातौ सुरारिवीरौ उदितौ दिदौ द्वौ सन्ध्यासमुत्पादनकष्टचेष्टौ यमौ च लोकस्य यमौ इवान्यौ. ശ്ലോകം 8. 2 അസുരന്മാരുടെയും പേരും സ്വഭാവവും വിവരിക്കുന്നു. हिरण्यपूर्वः कशिपुः किलैगा परो हिरण्याक्ष इति प्रदीता उभौ भवन्नाथमशेषलोकं रुषान्यरुन्धां निजवासनान्धौ. ഹിരണ്യപൂർവഃ കശിപുഃ കില ഏകഃ പരഃ ഹിരണ്യാക്ഷഃ ഇതി പ്രതീതഃ ഉഭൗ ഭവത് നാഥം അശേഷലോകം രുഷാ നിരുന്ധാം നിജവാസന അന്തൗ. ഏകഃ ഹിരണ്യപൂർവഃ
കശിപുഹു കില. ഒരുവൻ ഹിരണ്യകശിപുവുമത്രേ പരഹ ഹിരണ്യാക്ഷഃ ഇതി പ്രതീതഃ. മറ്റവൻ ഹിരണ്യാക്ഷൻ എന്നു പേർ കേട്ടവനാണ്. ഉഭൗ നിജവാസനാന്തൗ. രണ്ടുപേരും തങ്ങളുടെ ജന്മവാസനയാൽ കണ്ണു കാണാതായിട്ട്, അതായത് മോഹിതന്മാരായിട്ട്, രുഷാ ഭവന്നാഥം അശേഷലോകം നിരുന്താം. അരിശം കൊണ്ടവരായി അവിടുന്ന് നാഥനായിട്ടുള്ള ലോകം മുഴുവനും തടഞ്ഞു നിർത്തി ദ്രോഹിച്ചു. അതിലൊരുത്തൻ ഹിരണ്യകശിപു എന്നും മറ്റൊരുത്തൻ ഹിരണ്യാക്ഷൻ എന്നും പ്രസിദ്ധപ്പെട്ടവരാണ്. അവർ അങ്ങയുടെ രക്ഷയിലിരിക്കുന്ന ലോകം മുഴുവനും തങ്ങളുടെ അസുര സ്വഭാവത്താൽ വിവേകം കൂടാതെ പീഡിപ്പിച്ചു. പൂർവജന്മത്തിൽ ഭഗവാനെ കാണുവാൻ ചെന്ന സനകാദികളെ തടയുകയാണല്ലോ ജയവിജയന്മാർ ചെയ്ത തെറ്റ്. അതിനാൽ ഈ ജന്മത്തിൽ അവർ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് വെച്ചാൽ ഭഗവത് അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള ധർമാചരണത്തിന് പ്രതിബന്ധമുണ്ടാക്കി ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോകത്തിൽ ധർമ്മത്തിന് വാട്ടം തട്ടുകയോ അധർമ്മം വർദ്ധിക്കുകയോ ചെയ്താൽ ഭഗവാൻ അവതരിച്ച് ലോകത്തെ രക്ഷിക്കുക പതിവാണ്. ലോകത്തിൻ്റേതു തന്നെ നാഥനായിട്ട് ഭഗവാനുണ്ട്. അക്കാര്യം മറന്നുപോയതുകൊണ്ട് ഭഗവാനെ വകവയ്ക്കാതെയാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ലോകദ്രോഹം ചെയ്യുവാൻ തുടങ്ങിയത്. ധർമ്മത്തിൻ്റെ പേർ കേട്ടാൽ അവർക്ക് കോപമായി. ഭഗവാനിൽ വിശ്വാസവും ഭക്തിയുമുള്ളവർ തെറ്റ് ചെയ്യുവാൻ ഭയപ്പെടും. കാരണം മനസാക്ഷി രൂപത്തിൽ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് എന്ന ബോധത്താൽ. ഹിരണ്യപൂർവ കശിപുഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത. ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്തൗ. ശ്ലോകം 9. ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഒരു എതിരാളിയെ കിട്ടുവാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നു. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരി. ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദ് വിനദൻ ഗദാവാൻ. തയോഃ ഹിരണ്യാക്ഷ മഹാ അസുരേന്ദ്രഃ രണായ ധാവൻ അനവാപ്ത വൈരീ ഭവത് പ്രിയാം ക്ഷമാം സലിലേ നിമജ്യ ചചാര ഗർവാത് വിനന്ദൻ ഗദാവാൻ. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രഃ. അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരപ്രമാണി രണായ ധാവൻ അനവാപ്ത വൈരീഹി. യുദ്ധത്തിന് പാഞ്ഞു നടന്ന് എതിരാളിയെ കിട്ടായികയാൽ ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ. അവിടുത്തെ ഇഷ്ടപത്നിയായ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കി താഴ്ത്തിയിട്ട് ഗർവാത് വിനദൻ ഗദാവാൻ ചചാര. അഹങ്കരിച്ചട്ടഹസിച്ചുകൊണ്ട് ഗദയുമായി സഞ്ചരിച്ചു. അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരശ്രേഷ്ഠൻ യുദ്ധം ചെയ്യുവാനായി ഓടി നടന്നിട്ട് ഒരു എതിരാളിയെ കിട്ടാഞ്ഞ് അങ്ങയുടെ പ്രിയയായ ഭൂമിയെ സമുദ്രത്തിൽ മുക്കി താഴ്ത്തിയിട്ട് ഗദയോടുകൂടി അട്ടഹാസം മുഴക്കിക്കൊണ്ട് സഞ്ചരിച്ചു. ഭൂമിയെ മുക്കിത്താഴ്ത്തിയ ഭഗവാനെ ദ്രോഹിക്കുവാൻ തുടങ്ങി എന്ന് ഭാവം. ഭൂമിദേവിയും ഭഗവാന്റെ പ്രിയതമയാണ് എന്നതാണ് സങ്കല്പം. ഭൂമിദേവിയെ ഒളിപ്പിച്ചു വെച്ചാൽ മഹാവിഷ്ണു വരും എന്നതാണ് ഹിരണ്യാക്ഷൻ്റെ പ്രതീക്ഷ. സ്ത്രീകളെ ഉപദ്രവിച്ചാൽ ഭർത്താക്കന്മാർ കോപിച്ച് യുദ്ധത്തിന് ചെല്ലുമല്ലോ എന്ന് കരുതി ഭഗവാന്റെ പത്നിയായ ഭൂമിദേവിയെ ദ്രോഹിക്കുവാൻ തുടങ്ങി. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരി. ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാരഗർവാദ് വിനദൻ ഗദാവാൻ. ശ്ലോകം 10. ഹിരണ്യാക്ഷൻ
ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടു. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധി രോഗാൻ മരുതാലയേശാം. തതഃ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം ഭക്ത ഏകദൃശ്യഃ സഹ കൃപാനിധേ ത്വം നിരുന്ധി രോഗാൻ മരുതാലയേശാം. തതഃ ജലേശാത് ഭവന്തം സദൃശം നിശമ്യ. അപ്പോൾ വരുണനിൽ നിന്നും അങ്ങ് തനിക്കൊത്തവനാണെന്ന് കേട്ടിട്ട് ത്വാം ഗവേഷയൻ ബഭ്രാമ നിൻ തിരുവടിയെ അന്വേഷിച്ചു കൊണ്ട് ഓടി നടന്നു. കൃപാനിധേ മരുതാലയേശ ദയാസിന്ധുവായ ഗുരുവായൂരപ്പ ഭക്തൈകദൃശ്യഃ സഹാത്വം രോഗാൻ നിരുന്ധി. ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ നിൻ തിരുവടി രോഗങ്ങളെ തടുക്കേണമേ. അവൻ തൻ്റെ മുട്ടോളമുള്ള സമുദ്രജലത്തിൽ ക്രീഡിച്ചു കൊണ്ടിരിക്കെ താൻ പോരിന് വിളിച്ചിട്ട് ഒഴിഞ്ഞു കളഞ്ഞ വരുണനിൽ നിന്നും നീൻ തിരുവടി തനിക്ക് ചേരുന്ന എതിരാളിയാണെന്നറിഞ്ഞ് അങ്ങയെ അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടന്നു. അല്ലയോ കരുണാനിധേ ഗുരുവായൂരപ്പ, ഭക്തന്മാർക്ക് മാത്രം കാണുവാൻ കഴിയുന്ന നീൻ തിരുവടി എൻ്റെ രോഗങ്ങളെ ഒഴിച്ചു കളയണമേ. ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ വരുണപുരിയിൽ ചെന്ന് വരുണനെ പോരിന് വിളിച്ചു. വരുണൻ പറഞ്ഞു, ഞാൻ യുദ്ധം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. നിനക്ക് ഉത്തമ എതിരാളി വിഷ്ണു മാത്രമേ ഉള്ളൂ എന്ന് വരുണൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തേടി പുറപ്പെട്ടത്. ഭട്ടതിരി ഭക്തേകദൃശൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്തിയില്ലാത്തത് കൊണ്ടാണ് ഹിരണ്യാക്ഷന് അപ്പോൾ ഭഗവാനെ കാണുവാൻ കഴിയാത്തതെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ കാണാം നാരദൻ്റെ വചനം മൂലം ഹിരണ്യാക്ഷന് വിദ്വേഷഭക്തി ഉദിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിനെ കാണാനിടവരുകയും ചെയ്യും. ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരമായ ചില രോഗങ്ങൾ തങ്ങൾക്ക് തക്ക എതിരാളിയെ തേടി നടക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു രോഗം തന്നെയും കടന്നു പിടിച്ചിരിക്കുന്നു. ഭഗവാൻ കനിഞ്ഞ് ആ രോഗത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകത്തെ ഉപസംഹരിക്കുന്നു ശ്രീ ഭട്ടതിരി. ഭാഗവതം തൃതീയ സ്കന്ധം 15, 16, 17 അധ്യായങ്ങളിലെ കഥയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. പാരായണം ദശകം 11. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ മനോജ്ഞനൈശ്രേയസകാനനാദ്യൈർ അനേകവാപീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാ ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ വൈകുണ്ഠലോകാനുജിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്ത്വിതി നേമദുസ്താൻ തദേതദാജ്ഞായ ഭവാനവാപ്താം സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷാം ഖഗേശ്വരാം സാർപ്പിതചാരുബാഹുർ ആനന്ദയം സ്ഥാനഭിരാമമൂർത്യാം
പ്രസാദ്യ ഗീർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥൗ അധ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാദി त्वदीयभृत्यौ अध काश्यपातौ सुरारिवीरौ उदितौ दिदौ द्वौ सन्ध्यासमुत्पादनकष्टचेष्टौ यमौ च लोकस्य यमौ इवान्यौ हिरण्यपूर्वः कशिपुः किलैका परो हिरण्याक्ष इति प्रदीता उभौ भवन्नाथमशेषलोकं रुषान्यरुन्धां निजवासनान्धौ तयोर्हिरण्याक्षमहासुरेन्द्रो रणाय धावन् अनवाप्तवैरी भवत्प्रियां क्ष्मां सलिले निमज्य चचारगर्वाद्विनदन् गदावान् ततो जलेशात् सदृशं भवन्तं निशम्य बभ्रामगवेशयं स्त्वां भक्तैकदृश्यः सकृपानिधे त्वं निरुन्धिरोगान् मरुदालयेश. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.